അല്ലാതെ പച്ചക്കള്ളം, കൊടും വഞ്ചന, ഗവൺമെൻറ്റും മന്ത്രിയും പറയുന്നതിന് ഒരു ബേസും ഇല്ല. കാരണം 1972 ഈ വന നിയമം ഇവിടെ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത് 1972. അതിൽ വന്യജീവികളുടെ സംരക്ഷണത്തിൻ്റെ കുറിച്ച് പറയുകയും അതിൻ്റെ രീതിയെക്കുറിച്ച് പറയുകയും അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ട് ആ നിയമം കടന്നു വരുന്നത്, ആ നിയമത്തിൽ എനിക്ക് തോന്നുന്നു 86-86 പേജിലാണ് സെക്ഷൻ 11(1)A എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കിടക്കുകയാണ്. എന്താണ് സെക്ഷൻ 11(1)A? അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 11(1)A എന്ന് പറയുന്നത് മനുഷ്യരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ആക്രമിച്ച് കൊല്ലുകയും ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള അധികാരം കേരളത്തിലെയും എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് വൈൽഡ് വാർഡന് നൽകുന്ന അധികാരമാണത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, മനുഷ്യരാക്രമിക്കുന്നു. ആ നിയമം നിലനിൽക്കെ കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കാൻ വൈൽഡ് ലൈഫ് വാർഡനോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാവാത്താണ് ഈ പച്ചപ്പാവം മനുഷ്യരെ, ഈ മൃഗങ്ങൾ ഇതേപോലെ ആക്രമിച്ച് കൊല്ലുന്നത്. ആ നിയമം എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പല ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വനം വന്യജീവി കേന്ദ്രമന്ത്രി വയനാട്ടിൽ ഇലക്ഷൻ സംബന്ധമായി വരുമ്പോൾ അവിടുന്ന് നിങ്ങൾ ചോദിക്കുന്ന പത്രക്കാരുടെ ചോദ്യത്തിന് പോലും അദ്ദേഹം ഈ ഉത്തരം പറയുന്നുണ്ട്. നിയമമുണ്ടല്ലോ, എന്താ നിങ്ങൾ വെടിവെച്ച് കൊല്ലാത്തത്? ഞങ്ങളല്ല ഉത്തരവാദിയെ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ സംരക്ഷിക്കൽ എന്ന് പറയുന്നുണ്ട്. ആ നിയമത്തിൽ ഞങ്ങൾ ഭേദഗതി നടത്തി ഞങ്ങളതിൻ്റെ പെർമിഷൻ വാങ്ങാൻ പോവുക എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അതിൻ്റെ ആ കള്ളത്തരം ഈ നിയമ ഭേദഗതി സഭയിൽ വരുന്നുണ്ട്, അവിടെ അത് ചർച്ചയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആളെ പറ്റിക്കുക. ഇപ്പം ശബരിമലയിൽ അനാവശ്യമായി ഇടപെട്ട് ഹൈന്ദവ സമുദായത്തിന് വലിയ മാനസികമായ മുറിവേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അത് തിരുത്തിയില്ലെന്നറിയില്ല. അപ്പോൾ ഹൈന്ദവ സമുദായത്തെ വീണ്ടും കൂടെ നിർത്താൻ ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ അത് ചർച്ചയാകുമ്പോൾ ഇവിടെ എന്താ പറയുക, ന്യൂനപക്ഷ സംഗമം ഇവിടെ വിമർശന വിധേയം പറയുക. അത് ഞങ്ങൾ ന്യൂനപക്ഷ സംഗമമല്ല, ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ചില പരിപാടികളാണ്, സംഗമങ്ങളാണ്. അപ്പം ഇനി ഇവിടെ PWD സംഗമം, ഹെൽത്ത് സംഗമം, മൈനിങ് ജിയോളജി സംഗമം, റവന്യൂ സംഗമം, ഇലക്ഷന് ഈ 9.5 കൊല്ലം എന്താ ഈ മനുഷ്യന്മാർ മരിച്ചു വീണത്? ഈ മുന്നണിയും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഈ മന്ത്രിയൊന്നും ഇത് കണ്ടില്ലേ? ഈ 9.5 കൊല്ലത്തിൻ്റെ വക്കത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഭേദഗതി ഉണ്ടാക്കി ഇനി അതിന് ചട്ടങ്ങൾ നിർമ്മിക്കണം. അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് വരും, മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വന്നു, ഞങ്ങൾക്ക് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, എല്ലാ പന്നിനെയും എല്ലാ ആനയും ഞങ്ങൾ വെടിവെച്ച് കൊല്ലും മനുഷ്യനെ പറ്റിക്കാൻ. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഈ പറ്റിക്കൽ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതികരണമായി ജനങ്ങൾ പ്രതികരിക്കണം ഈ വിഷയത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്.